എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രിസ്മസ് പാർട്ടിക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ക്രിസ്മസ് ജമ്പറൊക്കെ ഇട്ട് ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. Number 377, and with this ball, Joanna. Fighting me. ഞാനങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവരും നല്ല ആൽക്കഹോളൊക്കെ കഴിച്ച് ആടിപ്പാടിക്ക് നടക്കണം. എനിക്ക് പറ്റിയ പാർട്ടിയല്ല. ഞാനിത് ആദ്യമായിട്ടും അവസാനമായിട്ടും പോയതാണ്. ഞാൻ എപ്പോഴും ഒരു ഹെസിറ്റൻ്റാണ് ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ പോകാനായിട്ട്. നമുക്ക് നമ്മുടെ മലയാളി പാർട്ടികളൊക്കെ എനിക്ക് ഡൈജസ്റ്റ് ആകത്തുള്ളൂ. അല്ലാത്തൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ പറയുക, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇനി അടുത്ത വിശേഷത്തിലേക്ക് കടക്കാം. ഈ ആഴ്ചയിൽ നടന്ന അപ്പം നമ്മൾ ടെസ്കോയിൽ ഷോപ്പിങ്ങിന് വന്നതായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് പാർട്ടി ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് വീഴും. അത് മട്ടൻ കറിക്കുള്ള, ഇത് മട്ടൻ കറിക്കുള്ളത് ഇതിക്കല് പോട്ടില്ലേ? അത് അവിടെ അതെ, അവിടെ ഒന്ന് വെച്ചോളാം. വെച്ച് കഴിഞ്ഞാല് റായിത്തിയും അതോടെ വെച്ച് കഴിഞ്ഞാല് അവരവിടെ എടുത്തോളൂല്ലോ. അത് ഞാൻ ഇവിടെ എനിക്ക് സിനിമയിൽ കാണിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ അത് വെക്കാൻ എല്ലാം എടുത്ത് വെച്ചോ, എല്ലാം എടുത്ത് വെച്ചോ. ആ പ്ലേറ്റ് ബാലൻസ് നമുക്ക് ഇവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. എടാ, നീ ഉണ്ടാക്കിയാണോ? ചേച്ചി ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല ചേച്ചി. അപ്പൊ ഇതാരാ ഉണ്ടാക്കി? അമ്മ ഇത് പൊക്കാൻ പറ്റില്ല. ഇത് ചിക്കൻ കറി ആണെന്ന് വിശ്വസിക്കുന്നതാണോ? പൊക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. താങ്ക് യു. പുഡിങ് അതാ. ക്യാമറയിൽ പാലക്കാട് ഹൗസ് വാമിന് വേണ്ടി മാത്രം ആണോ? ആണോ? നിങ്ങളുടെ ഒന്നുകൂടെ പറഞ്ഞെടുക്കാം. വേറെ വീട്ടിൽ പോയി ഞങ്ങളുടെ സോഫ അവർ പറ്റിച്ചു. ഞാൻ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്ത സോഫയാ. ഓക്കെ, അവർ 7 days എക്സ്പ്രസ് പറഞ്ഞാണ് ഞാൻ ഓർഡർ ചെയ്തത്. 15 10 ഇടയ്ക്ക് നിങ്ങൾ ഒരു ദിവസം നമ്മള് റിസപ്ഷനിൽ വന്ന് ഓടിപ്പോയി. അപ്പം ഇത് ന്യൂലി ബിൽറ്റ് ഹൗസാണ് കേട്ടോ. 3 ബെഡ്റൂമാണ്. അപ്പം ഇതൊരു ബെഡ്റൂമാണ്. മുകളിൽ അപ്സ്റ്റേഴ്സിൽ ഒരു ബാത്റൂമുണ്ട്. പിന്നെ 2
അതായത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ്, പിന്നെ 2 സ്മോൾ ബെഡ്റൂം, പിന്നെ ഒരു ടോയ്ലറ്റ്. അത് ടോയ്ലറ്റാണ്. അപ്പം അത്രയാണ് മുകളിലുള്ളത്. അപ്പം പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാം ഇലക്ട്രിക്കൽ വർക്ക്സും എല്ലാം പുതിയതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്നാ പറഞ്ഞാൽ, പുതിയ ബിൽഡിങ്ങിനൊക്കെ, പുതിയ കൺസ്ട്രക്റ്റഡ് ഹൗസിനൊക്കെ ഒരു സ്പേഷ്യസ് അത്ര ഇച്ചിരി കുറവാണ് കമ്പയർ ടു ഓൾഡ് ബിൽഡിങ്ങൊക്കെ ഞങ്ങളുടെയൊക്കെ വീട് 10-60 വർഷമൊക്കെ പഴക്കമുള്ള കേട്ടോ. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കാണാനായിട്ട്. നല്ല രസമുണ്ടായിരുന്നു വീട് കാണാനായിട്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 120 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ബിജു എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടനാണ് ഫുഡ് ഉണ്ടാക്കിയത്. സൂപ്പർ ഫുഡുമായിരുന്നു. നല്ല എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റിയും ആയിരുന്നു. അപ്പം കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ അവർ പുറത്തെല്ലാം സെറ്റിങ്സൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാലാവസ്ഥ ചതിച്ചു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.